ഹലോ ഗൈസ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. BPCC 108 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വൺ വേ അനോവയുടെ കമ്പ്യൂട്ടേഷൻ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ പേജിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻസ് ഓഫ് അനോവ, ആ ഇക്വേഷൻസ് ആദ്യം നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഇക്വേഷൻസ് ആണ്. ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്നവർ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ വെക്കുക. മറന്നു പോകുന്നവരോടാണ് പറഞ്ഞത്, മനസ്സിലാക്കി പഠിച്ചാൽ ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൽ സ്റ്റെപ്പ് 1 ഇവിടെ x1 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഗ്രൂപ്പ് A, x2 എന്ന് പറയുന്നത് ഗ്രൂപ്പ് B, x3 എന്ന് പറയുന്നത് ഗ്രൂപ്പ് C. അപ്പം ഈ ഒരു x1 എന്നുള്ള കോളത്തിൽ ഗ്രൂപ്പ് 1 ആ നമ്പേഴ്സ് മൊത്തം നിങ്ങൾ എഴുതി വെക്കുക. x2 ആ ഗ്രൂപ്പ് ബിയിലുള്ള ഫുൾ നമ്പേഴ്സ് എഴുതി വെക്കുക. x3 ഗ്രൂപ്പ് 3 ഫുൾ നമ്പേഴ്സ് എഴുതി വെക്കുക. എന്നിട്ട് ഇവിടെ x1 സ്ക്വയർ, ഈ x1 കൊടുത്തിരിക്കുന്ന എല്ലാ ഡിജിറ്റ്സിൻ്റെയും സ്ക്വയർ ആണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. x1 സ്ക്വയർ, x2 സ്ക്വയർ, x3 സ്ക്വയർ. അപ്പോൾ ഇവിടെ 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 2 സ്ക്വയർ 4. അങ്ങനെ ഇതെല്ലാം ഇവിടെ x1 സ്ക്വയറിൽ x1 സ്ക്വയേഴ്സ് എല്ലാം എഴുതുക. x2 സ്ക്വയറിൽ x2 സ്ക്വയർ ഫുൾ എഴുതുക. x3 x3 സ്ക്വയേഴ്സിൻ്റെ ഫുൾ ഇവിടെ എഴുതി വെക്കുക. അപ്പോൾ ഇതെല്ലാം എഴുതി കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഓരോ സ്റ്റെപ്പും എൻ്റെ കൂടെ തന്നെ ചെയ്തു പോവുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. ഇനി അടുത്തതാണ് ഈ x1 ടോട്ടൽ. ഇത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ എഴുതി വെക്കുക. 2 + 3 + 4 + 2 + 3 + 2 + 2 + 3 + 3 26. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക ശരിയാണോന്ന്. അതിനുശേഷം x1 സ്ക്വയറിൻ്റെ ഫുൾ ഈ ഡിജിറ്റ്സ് മൊത്തം നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അതാണ് സമ്മേഷൻ ഓഫ് x1 സ്ക്വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x1 സ്ക്വയറിൻ്റെ ടോട്ടലിനെയാണ് സം ഓഫ് x1 സ്ക്വയർ എന്ന് പറയുന്നത് 72. അങ്ങനെ ഇവിടെ 38 കിട്ടി x2, x2 സ്ക്വയറിന് 162, x3 28, x3 സ്ക്വയർ 88. അപ്പോൾ ഇതേപോലെ എഴുതി വെക്കുക. ഇത് മീൻ കണ്ടുപിടിക്കുന്നത് ഇവിടെ x1/n ആണ് മീൻ. ഇത് സിമ്പിളാണ്. ഇവിടെ എത്ര എണ്ണമുണ്ട്? 10 എണ്ണമാണ് ഇവിടെ ഉള്ളത്, 10 ഡിജിറ്റ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ബൈ 10 ചെയ്താൽ നമുക്ക് മീൻ കിട്ടും. x2-ൻ്റെതും x3-ൻ്റെതും നമ്മളിവിടെ എഴുതി വെച്ചു. സ്റ്റെപ്പ് 2 നമ്മൾ നേരത്തെ ചെയ്ത ടേബിളിൽ നമുക്ക് കിട്ടിയ വാല്യൂസ് ഒക്കെ എഴുതി വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. n എന്ന് പറയുമ്പോൾ 30, 3 ഗ്രൂപ്പാണ് ടോട്ടൽ ഉള്ളത്. ഓരോ ഗ്രൂപ്പിലും 10 നമ്പേഴ്സ് ഇതാണുള്ളത്. അപ്പോൾ 10 × 3 30, അതാണ് n ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അപ്പോൾ ഇവിടെ സം ഓഫ് x1 എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ചെയ്ത ടേബിളിൽ x1 എന്താണ്, x1 സ്ക്വയർ എന്താണ്, x2 സ്ക്വയർ എന്താണ്, x3 സ്ക്വയർ എന്താണെന്ന് മനസ്സിലാക്കി അത് എഴുതി അതിൻ്റെ ടോട്ടൽ ഒബ്റ്റെയിൻ ചെയ്ത് വെച്ചു. അവിടെ കിട്ടിയ ആ ടോട്ടൽ ആണ് ഇവിടെ നമ്മൾ എഴുതുന്നത്. സം ഓഫ് x1 എന്ന് പറയുമ്പോൾ 26, സം ഓഫ് x2 38, സം ഓഫ് x3 28. സം എന്ന് പറയുന്നത് ടോട്ടലിനെയാണ്. ഈ സം ഓഫ് x1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 72, സം ഓഫ് x2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 162, സം ഓഫ് x3 ഇവിടെ സ്ക്വയർ ആണ് 88. ഓക്കെ, ഇനി നെക്സ്റ്റ് 3 കമ്പ്യൂട്ട് C. കറക്ഷൻ ടൈം കമ്പ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അയച്ചു തരുന്ന ആ ഒരു ഫോട്ടോയിൽ ആ ഇക്വേഷനിൽ വരുന്നതാണിത്. C = സം ഓഫ് x ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. ഇവിടെ x എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലുള്ള ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C, ആ എക്സുകളെയാണ്. ആ 3 ഗ്രൂപ്പിലുള്ളതിനെയും x1, x2, x3 അത് 3നെയും നമ്മൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് n ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഇവിടെ C = സം ഓഫ് x എന്ന് പറയുന്നത്. അപ്പോൾ സം ഓഫ് x1, സം ഓഫ് x2, സം ഓഫ് x3 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. അപ്പോൾ ഇവിടെ 26, 38, 28 ആണ്. x1 എന്ന് പറയുന്നത് 26, x2 എന്ന് പറയുന്നത് 38, x3 എന്ന് പറയുന്നത് 28. അപ്പം അത് 3ഉം കൂടി നമുക്ക് പ്ലസ് ചെയ്യുന്ന സമയത്ത് 92 കിട്ടും. അപ്പോൾ 92ൻ്റെ സ്ക്വയർ എടുക്കുന്ന സമയത്ത് നമുക്ക് 8464 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ അത് ഡിവൈഡഡ് ബൈ 30 നമ്മൾ ചെയ്യുന്ന സമയത്ത് 30 എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് 13 ആണ്. അപ്പം അത് ഡിവൈഡഡ് ബൈ 30 ചെയ്യുന്ന സമയത്ത് 282.13 കിട്ടും. അതാണ് കറക്ഷൻ ടൈം. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഇപ്പം തന്നെ ചെയ്തു പോവുക. ഓക്കെ, സ്റ്റെപ്പ് 4 SST, സം ഓഫ് സ്ക്വയേഴ്സ് കമ്പ്യൂട്ട് ചെയ്യുന്നതിനെയാണ് SST എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ആണ് സം ഓഫ് x1 സ്ക്വയർ പ്ലസ് സം ഓഫ് x2 സ്ക്വയർ പ്ലസ് സം ഓഫ് x3 സ്ക്വയർ മൈനസ് C. അപ്പം ഇവിടെ x1 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ചെയ്ത x1-ൻ്റെ സ്ക്വയർ. ഓക്കെ, x1 സ്ക്വയർ നമുക്ക് 72 കിട്ടി, x2 സ്ക്വയർ നമുക്ക് 162 കിട്ടി, x3 സ്ക്വയർ
നമുക്ക് 88 കിട്ടി. അപ്പോൾ നമ്മളത് മൂന്നും പ്ലസ് ചെയ്തു. അതിൻ്റെ കൂടെ സി നമുക്ക് നേരത്തെ കറക്ഷൻ ടൈം കമ്പ്യൂട്ട് ചെയ്തതിൽ നമുക്ക് കിട്ടിയ 282.13 അത് നമ്മൾ മൈനസ് ചെയ്തു. അപ്പം 72, 162, 88 കൂടി പ്ലസ് ചെയ്യുമ്പോൾ 322 കിട്ടും, മൈനസ് കറക്ഷൻ ടൈപ്പ് 282.13. അപ്പോൾ നമുക്ക് SST 39.87 കിട്ടും. ഇത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് എപ്പോഴും ചെക്ക് ചെയ്ത് പോവാം. ഇനി നെക്സ്റ്റ് ആണ് സ്റ്റെപ്പ് 5, കമ്പ്യൂട്ട് SSB, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് തമ്മിലുള്ള സ്ക്വയേഴ്സിൻ്റെ സമ്മ്. ഓക്കെ, അപ്പോൾ SSB എന്ന് പറയുമ്പോൾ സം ഓഫ് x1 സ്ക്വയർ, സം ഓഫ് x2 ഹോൾ സ്ക്വയർ, സം ഓഫ് x3 ഹോൾ സ്ക്വയർ, അതിൻ്റെ കൂടെ n1 n2 n3 മൈനസ് സി. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ x1 x2 x3ൻ്റെ ഒക്കെ സ്ക്വയർ ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സിയിൽ നമുക്ക് കിട്ടിയ സമ്മാണ് ഇവിടെ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പ് എ 26 കിട്ടി, ഗ്രൂപ്പ് ബി 38, ഗ്രൂപ്പ് സി 28. അപ്പോൾ അതിൻ്റെ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് n1 n2 n3 10 ആണ് n എന്ന് പറയുന്നത്. എല്ലാ ഗ്രൂപ്പിലും 10 വെച്ചാണ് ഡിജിറ്റ്സ് ഉള്ളത്, അതാണ് 10 എന്ന് എഴുതിയിട്ടുള്ളത്. മൈനസ് സി 282.3 കറക്ഷൻ ടൈം. അപ്പോൾ നമുക്ക് 26ന് 376 കിട്ടി. 38 സ്ക്വയർ 1444, 28 സ്ക്വയർ 784. അപ്പോൾ ഇതിൻ്റെ കൂടെയെല്ലാം 10 ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ കറക്ഷൻ ടൈം മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് പോയിന്റ് വരും 67.6, 144.4, 78.4 മൈനസ് 282.13. അപ്പോൾ നമുക്ക് ടോട്ടൽ 290.4 മൈനസ് 282.13 SSB എന്ന് പറയുമ്പോൾ 8.27 കിട്ടും. 6 അത് സിമ്പിളാണ്. SSW, സം ഓഫ് സ്ക്വയർ വിത്തിൻ ഗ്രൂപ്പ്സ്. SSW എന്ന് പറയുന്നത് SST മൈനസ് SSB, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സം ഓഫ് സ്ക്വയേഴ്സും സം ഓഫ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സും തമ്മിൽ മൈനസ് ചെയ്യുന്നതാണ്. അപ്പോൾ SSTയിൽ നമുക്ക് 39.87 കിട്ടി, SSBയിൽ 8.27 കിട്ടി. അത് വെച്ച് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 31.6 കിട്ടും. അതാണ് SSW. ഇനി അടുത്തതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്, ഡിഗ്രി ഓഫ് ഫ്രീഡം കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഇക്വേഷൻ n-1ഉം k-1ഉം ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. സം ഓഫ് സ്ക്വയറിൻ്റെതാണ് n-1, അതായത് 13 - 1. n എത്രയാണ് 13, 30 - 1 29. DFO സം ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം അത് കണ്ടുപിടിക്കുന്നത്, സ്ക്വയേഴ്സിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുന്നതാണ്. ടോട്ടൽ k-1 എന്ന് പറയുമ്പോൾ കോളം -1, നമുക്ക് ടോട്ടൽ 3 കോളായിരുന്നു, ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി. അപ്പോൾ 3 കോളം -1, അതായത് 2, അതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ ടോട്ടൽ 7 സ്റ്റെപ്സ് ആണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്.